പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമസ്കാരം. ഇന്ന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കുള്ള മൂന്നാമത്തെ ചാപ്റ്റർ ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിലെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ പഠിച്ചു. അതോടൊപ്പം ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്ക് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ് എന്ന ഒരു സെക്ഷനിലെ രണ്ടാമത്തെ വിഭാഗവും മൂന്നാമത്തെ വിഭാഗവുമാണ് നമ്മൾ ഇന്ന് ഇവിടെ കവർ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആണ് നമ്മൾ പഠിച്ചത്. രണ്ടാമതായിട്ട് നമ്മളിവിടെ തുടർച്ചയായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന സ്ട്രീം ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ആണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. റീഡിഫൈൻഡ് ഫങ്ഷൻസിലെ മൂന്നാമത്തെ വിഭാഗമായ സ്ട്രിംഗ് ഫങ്ഷൻസും കൂടി ഇന്ന് കവർ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് സ്ട്രീം ഫങ്ഷൻസ് ആൻഡ് സ്ട്രിംഗ് ഫങ്ഷൻസ് എന്ന ടോപ്പിക്കാണ്. ആദ്യമേ നമ്മൾ സ്ട്രീം ഫങ്ഷൻസിലേക്ക് പോവാം. ഈ സ്ട്രീം ഫങ്ഷൻസിൽ നമുക്ക് രണ്ടായിട്ട് പിന്നീടും തിരിക്കാം: ഇൻപുട്ട് ഫങ്ഷൻസും ഔട്ട്പുട്ട് ഫങ്ഷൻസും. ഇവിടെ C++ൽ സ്ട്രീം ഫങ്ഷൻസ് വരുന്ന ഹെഡർ ഫയൽ നമുക്ക് നോക്കാം. IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയൽ നമുക്ക് എല്ലാ പ്രോഗ്രാമിലും ഉപയോഗിക്കുന്ന ഒരു ഹെഡർ ഫയലാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായി ഒരു ഹെഡർ ഫയൽ ഇൻപുട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഇൻപുട്ട് ഫങ്ഷൻസ് ഏതെല്ലാമാണ്? രണ്ട് തരത്തിൽ ഇൻപുട്ട് ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന് ഗെറ്റ് ഫങ്ഷനും ഗെറ്റ് ലൈൻ ഫങ്ഷനും. എന്താണ് ഗെറ്റ് ഫങ്ഷൻ എന്ന് നോക്കാം. ഇവിടെ പ്രത്യേകത ഉള്ളത് IO സ്ട്രീം അല്ലെങ്കിൽ സ്ട്രീം ഫങ്ഷൻസിൽ CIN എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഫങ്ഷൻ ഉപയോഗിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗെറ്റസ് പുട്ടസ് കണ്ടു. അതേപോലെ ഗെറ്റ് ക്യാർ പുട്ട് ക്യാർ നമ്മൾ കണ്ടു. പക്ഷെ അവിടെയൊന്നും നമുക്കൊരു ഒബ്ജക്റ്റിന്റെ സഹായം വേണ്ടി വന്നില്ല. പക്ഷെ ഇവിടെ സ്ട്രീം ഫങ്ഷൻസ് ഉപയോഗിക്കുമ്പോൾ CIN എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, ഇൻപുട്ട് ഫംഗ്ഷന് CIN എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ പ്രീ ഡിഫൈൻഡ് ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. പീരീഡ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡോട്ട് ഓപ്പറേറ്റർ കൂടി ഒബ്ജക്റ്റ്, ഡോട്ട് ഓപ്പറേറ്റർ, പിന്നെ ഫംഗ്ഷൻ, അങ്ങനെ ആ രീതിയിലാണ് ഇതിന്റെ ഉപയോഗം. സിന്റാക്സിലേക്ക് പോവാം. ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഇറ്റ് ക്യാൻ അക്സെപ്റ്റ് എ സിംഗിൾ ക്യാരക്ടർ. കീബോർഡിൽ നിന്ന് അത് സിംഗിൾ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇവിടെ നോക്കൂ, ക്യാർ CH str10 scin.ch scin.get str10. അപ്പോൾ 10 ക്യാരക്ടർ ഈ ഒരു സ്ട്രിംഗ് വേരിയബിളിലേക്ക് ഇൻപുട്ട് ആവുന്നു. ഇവിടെ നോക്കൂ, CIN എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു, ഡോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ. അങ്ങനെ ഈ രീതിയിലാണ് ഇതിൻ്റെ ഉപയോഗം. ഗെറ്റ് ലൈൻ എന്ന് പറയുന്നത് സ്ട്രിംഗ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഇറ്റ് അക്സെപ്റ്റ് സ്ട്രിംഗ്. ഇവിടെ നോക്കൂ, ഉദാഹരണം ക്യാർ str10 int len cin.getLine str, ലെങ്ത് എത്രയാണോ, എത്ര ക്യാരക്ടർ, 5 ക്യാരക്ടർ ആണെങ്കിൽ 5 ക്യാരക്ടർ, അത് സ്ട്രിംഗ് എന്ന വേരിയബിളിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് കാണുന്നത്. ഇതിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് ഞാൻ ഈ ഒരു വീഡിയോ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് സെഷനിൽ പറയുന്നതാണ്. അടുത്ത ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്താണ്? പുട്ട് ഉള്ള ഫംഗ്ഷനും അതുപോലെ റൈറ്റ് എന്നുള്ള ഫംഗ്ഷനാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പരിചയപ്പെടുന്നത്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ cout ഒബ്ജക്റ്റ് ആണ്. നിങ്ങൾ നോക്കൂ, cout ഡോട്ട് പുട്ട് ch. ഇതിന് 3 തരത്തിലുള്ള ഉപയോഗമുണ്ട്. ഇവിടെ CHൽ K എന്നുള്ള വേരിയബിൾ ഉണ്ട്. ഇപ്പോൾ CH എന്ന് പറയുന്ന വേരിയബിളിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് K എന്ന ഒരു വാല്യൂ, ഒരു ക്യാരക്ടർ ആയിരിക്കും. cout.put B എന്ന് പറയുമ്പോൾ സിംഗിൾ ക്യാരക്ടറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ചെയ്യുന്നത് B എന്ന ക്യാരക്ടർ ആയിരിക്കും. അതേപോലെ ഇവിടെ cout.put 65 എന്ന് പറഞ്ഞ ഒരു ASCII വാല്യൂ ആണ്.
ആസ്കി വാല്യൂ ക്യാപിറ്റൽ എയുടെ ആസ്കി വാല്യൂ ആണ്, അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇനി റൈറ്റ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. റൈറ്റ് ഫംഗ്ഷൻ ഒരു സ്ട്രിങ് ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എപ്പിഡമിക് എന്ന് പറയുന്ന ഒരു മഹാമാരി, അതാണ് നമുക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക്. അതാണ് ഞാൻ ഒരു സ്ട്രിങ് str എന്ന വേരിയബിളിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നത്. cout.write str10. അപ്പോൾ എത്രയാണോ ഇവിടുത്തെ ക്യാരക്ടേഴ്സ്, 10 ക്യാരക്ടർ ആണെങ്കിൽ 10 ക്യാരക്ടർ ഇത് റൈറ്റ് ചെയ്യും. അപ്പോൾ ഇത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് എപ്പിഡമിക് എന്നായിരിക്കും. ഇനി അടുത്തത്, ഇപ്പോൾ ഈ 4 ഫംഗ്ഷനാണ് നമുക്ക് സ്ട്രീം ഫംഗ്ഷൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതേപോലെ സ്ട്രിംഗ് ഫംഗ്ഷൻസിൽ ഇനി ഒരു 5 ഫംഗ്ഷൻ പരിചയപ്പെടാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് വരുന്ന ഹെഡർ ഫയൽ നമ്മൾ നോട്ട് ചെയ്യുക. സി സ്ട്രിംഗ് എന്ന് പറയുന്ന ഹെഡർ ഫയൽ പ്രത്യേകമായി ഇൻപുട്ട് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ബാക്കി വരുന്ന 5 ഈ സ്ട്രിംഗ് ഫംഗ്ഷൻസിനെയൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുള്ളൂ. ഒന്നാമത്തെ അത് ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷനാണ് strlen. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇത്. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സിൻടാക്സ് ആണ് ഞാനിവിടെ പറയുന്നത്. ഇൻറ്റ് strlen സ്ട്രിങ്. ഇൻറ്റ് എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യുന്നത് എന്ത്, ലെങ്ത് ആണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് ആണ്. strlen എന്നുള്ള ഫംഗ്ഷൻ. സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ. ഈ വേരിയബിളിൽ ഒരു വാല്യൂ, ഒരു സ്ട്രിങ് ഉണ്ടാവും. ഏതെങ്കിലും സ്ട്രിങ്, ആ സ്ട്രിങ്ങിൻ്റെ എത്ര ക്യാരക്ടേഴ്സ് ആണോ ആ ക്യാരക്ടേഴ്സിൻ്റെ എണ്ണമാണ് ഈ ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. നോക്കൂ, ഒരു എക്സാമ്പിളായിട്ട് str ലാൻഡ്സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വാക്ക് ഉരുൾപൊട്ടൽ അല്ലേ. ഇൻറ്റ് n strlen str. അപ്പോൾ ഈ ലാൻഡ്സ്ലൈഡ് എന്നുള്ളത് str വന്നു കഴിഞ്ഞു ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ. പിന്നെ ഇതിൻ്റെ ലെങ്ത് ആണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് 9 എന്നായിരിക്കും. അടുത്തൊരു ഫംഗ്ഷൻ നമുക്ക് പരിചയപ്പെടാം. strcpy. ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യുന്നതിനുള്ളൊരു ഫംഗ്ഷനാണിത്. അപ്പോൾ അതൊന്ന് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇതിൻ്റെ സിൻടാക്സ് ആണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. strcpy string1 string2. ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രിങ് 1ൽ നിന്ന് സ്ട്രിങ് 2ൽ നിന്ന് സ്ട്രിങ് 1ലേക്കാണ് അസൈൻമെൻറ്റ് നടക്കുന്നത്, കോപ്പി ചെയ്യുന്നത്. അപ്പോൾ സ്ട്രിങ് 2ൻ്റെ ഭാഗത്ത് എന്താണോ സ്ട്രിങ് വെച്ചിരിക്കുന്നത് അത് സ്ട്രിങ് 1ലേക്ക് അസൈൻ ചെയ്യും. ഇവിടെ ഞാൻ s1 of 10 ഒരു എണ്ണാമത്തെ സ്ട്രിങ്, s2 of 10. ഇതിൽ ഫേസ് മാസ്ക്, നമുക്കിപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാക്ക് ഫേസ് മാസ്ക് ആണ് s2ൽ ഞാനിവിടെ സ്റ്റോർ ചെയ്തത്. ഇനി strcpy s1 s2 എന്ന് പറയുമ്പോൾ s2ലുള്ള ഫേസ് മാസ്ക് s1ൽ ആദ്യം ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ s1ലേക്ക് ഇപ്പോൾ വലത്തുനിന്ന് ഇടത്തോട്ടാണ് അസൈൻമെൻറ്റ്. അപ്പോൾ cout s1 എന്ന് പറയുമ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് ഫേസ് മാസ്ക് എന്നായിരിക്കും. ഇതാണ് രണ്ടാമത്തെ സ്ട്രിംഗ് ഫംഗ്ഷൻ. ഒന്ന് strlen strcpy. ഇനി മൂന്നാമത്തേത് strcat ഫംഗ്ഷനാണ്. കോൺകാറ്റിനേഷൻ. മഹാത്മാഗാന്ധി, മഹാത്മാ എന്നുള്ളൊരു വാക്ക്, ഗാന്ധി എന്നുള്ള രണ്ടാമത്തെ വാക്ക്, അത് രണ്ടും കൂടി ചേർത്താണ് നമുക്ക് ചേർക്കുന്ന ആ ഒരു പ്രവർത്തനമാണ് കോൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് strcat. ന്യൂ ഡൽഹി മറ്റൊരു എക്സാമ്പിൾ. ഞാനിവിടെ തന്നിരിക്കുന്ന മറ്റൊന്ന്, ഇത് എന്താ ചെയ്യുന്നത്, ഒരു സ്ട്രിങ്ങിൻ്റെ കൂടെ മറ്റൊന്ന് ചേർക്കുകയാണ് ചെയ്യുക. അതിൻ്റെ അവസാനം വന്ന് ചേർക്കുകയാണ്. അപ്പൻഡ് വൺ സ്ട്രിങ് ടു അനദർ സ്ട്രിങ്, മറ്റൊരു സ്ട്രിങ്ങിലേക്ക് ചേർക്കുന്നു. നമുക്ക് അതിൻ്റെ സിൻടാക്സ് ആണ് ഇത്. strcat s1 s2 എന്ന ആ ഒരു സ്ട്രിങ്ങിനെ s1ലേക്ക് കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ഇതെല്ലാം അസൈൻമെൻറ്റ് നടക്കുന്നത് വലത്തുനിന്ന് ഇടത്തോട്ടാണ്. അറബി എഴുതുന്ന പോലെയാണ് ഇതിൻ്റെ അസൈൻമെൻറ്റ് അല്ലെങ്കിൽ കോപ്പി അല്ലെങ്കിൽ ആ വർക്കുകളൊക്കെ നടക്കുന്നത്. എക്സാമ്പിളിലേക്ക് പോവാം. ഹിയർ s2 ഈസ് അപ്പൻഡഡ് ടു s1. നോക്കൂ, s1ൽ സോഷ്യൽ എന്ന് പറയുന്നൊരു വാക്കുണ്ട്. s2ൽ ഞാൻ സ്റ്റോർ ചെയ്തത് ഡിസ്റ്റൻസ് ആണ്. ഇപ്പോൾ strcat ചെയ്ത് കഴിഞ്ഞാൽ s1 s2 എന്ന് പറഞ്ഞാൽ s2 ആണ് s1ലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ ഈ s1ൽ ഈ s2 കൂടി കൂട്ടിച്ചേർത്ത് വരുമ്പോൾ
ആൻസർ എന്തായാലും ഇരിക്കുന്നത് സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും വരിക. സി ഔട്ട് S1 എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഡിസ്റ്റൻസ്, കാരണം സോഷ്യൽ S1-ലുള്ളൂ. ഡിസ്റ്റൻസ് ഇവിടെ ഈ ഒരു പ്രവർത്തനം നടത്തുമ്പോഴാണ് ഇതിൽ കൂടെ ചേർന്നത്. അപ്പോൾ ഇത് S1-ൽ പിന്നെ പുതുതായിട്ട് എന്തുണ്ടാവും? സോഷ്യൽ ഡിസ്റ്റൻസ് അപ്പൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ കോൺകാറ്റിനേഷൻ ചെയ്തിട്ടുള്ള റിസൾട്ടന്റ് സ്ട്രിങ് ആയിരിക്കും ഉണ്ടാവുക. അടുത്തത് നമുക്ക് ഒരു കമ്പാരിസൺ ആണ്. സ്ട്രിങ്ങിലെ നാലാമത്തെ അഞ്ചാമത്തെയും ഫംഗ്ഷൻ ആണ് ഇവിടെ പറയുന്നത് strcmp strcmpi. ഇതെന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ഇത് കഴിഞ്ഞ് ലാസ്റ്റ് പോയിന്റിൽ ഞാൻ പറയാം. എന്താണ് ഫസ്റ്റ് strcmp? സ്ട്രിങ് കമ്പാരിസൺ. സ്ട്രിങ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ രണ്ട് സ്ട്രിങ്ങുകൾ ഇത് കമ്പയർ ചെയ്തിട്ട് അതിൽ എന്താണ് അത് തുല്യമാണോ, ഒന്നുകിൽ അത് തുല്യമാവാം, അല്ലെങ്കിൽ അത് ആൽഫബറ്റിക്കലി ചെറുതാവാം വലുതാവാം. ആൽഫബറ്റിക്കലി ചെറുത് പറഞ്ഞാൽ ABCD, എ ചെറുത് ബി വലുത്, ആ രീതിയിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ 1 2 3 ഓർഡറിൽ. അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന രണ്ട് സ്ട്രിങ്ങിനെ താരതമ്യം ചെയ്തിട്ട് അതിൽ ഏതാണ് ചെറുത്, ആ ചെറുതാണ് ആദ്യം, ആ രീതിയിൽ അങ്ങനെയാണ് കമ്പയർ ചെയ്തിട്ട് റിസൾട്ട് പറയുക. നമുക്കിതിൻ്റെ പ്രവർത്തനം ഒന്ന് നോക്കാം. ഫംഗ്ഷൻ റിട്ടേൺസ് എ വാല്യൂ. 3 സാഹചര്യങ്ങളാണുള്ളത്. ഒന്നാമത്തത് 0, റിട്ടേൺ 0. എങ്ങനെ? S1 S2 ആർ സെയിം, രണ്ട് ഒരേപോലെയാണെങ്കിൽ അതാണ് 0 വരുന്നത്. ഇനി രണ്ടാമത്തത് പോസിറ്റീവ് വാല്യൂ വരും. എങ്ങനെ? ആൽഫബറ്റിക്കലി ഹയർ, S1 ആൽഫബറ്റിക്കലി ഹയർ ആണെങ്കിൽ അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ABCD D വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വാക്കും A വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വാക്കുമാണെങ്കിൽ, അപ്പോൾ S1-ൽ D വെച്ചിട്ടാണെങ്കിൽ അത് വലുതാണ്, A വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന S2-ലാണെങ്കിൽ അത് ചെറുതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ വന്നാൽ ഇത് പോസിറ്റീവ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ മൂന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ആൽഫബറ്റിക്കലി ലോവർ ദാൻ S2, നേരെ തിരിച്ച്. ഒന്നാമത്തെ S1-ൽ ആൽഫബറ്റിക്കലി ലോവറും S2-ൽ ആൽഫബറ്റിക്കലി ഹയറുമാണെങ്കിൽ നെഗറ്റീവാണ് റിട്ടേൺ ചെയ്യുന്നത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് സ്ട്രിങ്ങുകൾ ഹാൻഡ് വാഷ്, നമ്മളിപ്പോൾ റെലവൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്ക്. ഹാൻഡ് കൈ, വാഷ് കൈ കഴുകുക. അപ്പോൾ ഈ രണ്ട് സ്ട്രിങ് ആണ്. അതിൽ strcmp S1 S2 എന്ന് പറയുമ്പോൾ ഈ S1-ഉം ഹാൻഡും വാഷും കൂടി കമ്പയർ ചെയ്തിട്ട് അത് എവിടെയാണ് റിട്ടേൺ ചെയ്യുന്നത്? ഒരു 3 സാഹചര്യത്തിലൂടെ പോകണം. ഇഫ് n ഈക്വൽ ടു n വരുന്ന ഈ n 3 സാഹചര്യമാണ് ഉണ്ടാവുക. അത് ഒന്ന് 0 ആവാനുള്ള സാഹചര്യം, 0 ആവില്ല കാരണം രണ്ടും 2 വാക്കാണ്, അപ്പോൾ ഇതിലേക്ക് കയറില്ല. പിന്നെ എൽസിലേക്ക് വരും. എൽസിലേക്ക് വന്നിട്ട് ഇഫ് n പോസിറ്റീവ് ആണോ എന്ന് വെച്ചാൽ S1 ഈസ് ഹയർ, ആദ്യത്തേത് വലുതായിരിക്കണം. അല്ല, ഇവിടുത്തെ സാഹചര്യത്തിൽ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ചെറുതാണ്, W എന്ന് പറഞ്ഞാൽ എത്രയോ അപ്പുറം വാഷ് വലുതാണ്, അപ്പോൾ ഇതാണ് വലുത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ n ഗ്രേറ്റർ ദാൻ 0, n നെഗറ്റീവ് ആണ് വരിക. അപ്പോൾ S1 ഈസ് ലോവർ, S1 ഹാൻഡ് എന്ന് പറയുന്നത് ലോവർ ആൻഡ് S2. ഇതാണ് പ്രിന്റ് ചെയ്യുന്ന റിസൾട്ട്. അപ്പോൾ ഇതും strcmp I തമ്മിൽ അഞ്ചാമത്തെ ഫംഗ്ഷനും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ strcmp നമ്മൾ കേസ് സെൻസിറ്റീവ് ആണ്. ഏത് കേസിൽ എഴുതിയാലും അത് വലിയ കേസ്, അപ്പർ കേസ് ആൻഡ് ലോവർ കേസ്, ഇത് രണ്ടും രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ strcmp അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് രണ്ടും ഒന്നായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് എക്സാമ്പിൾ ഇവിടെ തരുന്നുണ്ട്. ഹോസ്പിറ്റലിന് ലോവർ കേസിൽ എഴുതിയാലും അപ്പർ കേസിൽ എഴുതിയാലും ഇത് strcmp I ചെയ്യുന്നത് രണ്ടും ഒന്നായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഡെഫിനിഷനിൽ തന്നെ പറയുന്നുണ്ട്, നോക്കൂ, കമ്പയർ ടു സ്ട്രിങ്സ് ഇഗ്നറിങ് കേസസ് എന്ന് കണ്ടിട്ടുണ്ടോ? കേസ് നമ്മൾ പരിഗണിക്കാതെയാണ് ഇതിൽ കമ്പയർ ചെയ്യുന്നത്. അത് മാത്രമേ ഇത് തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാം ഈ പ്രവർത്തനം തന്നെയാണ് strcmp-യും strcmp-യും ചെയ്യുന്നത്. ഇവിടെ ഈ ഹോസ്പിറ്റലും ഈ ഒരു strcmp-യിൽ ഈ ഹോസ്പിറ്റലും ഈ ക്യാപിറ്റൽ ഹോസ്പിറ്റലും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ വലിയ ഹോസ്പിറ്റലാണ് ആസ്കി വെച്ചിട്ടാണ് അത് കമ്പയർ ചെയ്യുന്നത്. വലിയ ഹോസ്പിറ്റൽ H ആണ് ആസ്കിയിലെ ഏറ്റവും ചെറുത്. അപ്പോൾ ഇതായിരിക്കും ചെറുതായിട്ട് വരിക. അങ്ങനെ ഇത് ചെറുതും ഇത് വലുതായിട്ടായിരിക്കും ഇത് പ്രിന്റ് ചെയ്യുക. ഇത്രയും ക്ലാസ് ഇതോടുകൂടി ഈ ഒരു സെക്ഷൻ അവസാനിച്ചിരിക്കുന്നു. പ്രാക്ടിക്കലായിട്ട് നമുക്ക് ജീനിയിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം.
ആദ്യം സ്ട്രിംഗ് ലെങ്ത് എങ്ങനെയാണ് കാണുന്നതെന്ന്. വാഷ് എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ആണ് ഇവിടെ ചെയ്തത്, നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ എന്താണ് റിസൾട്ട് വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ 4 കണ്ടോ നിങ്ങൾ. അപ്പോൾ ഇവിടെ 4 ക്യാരക്ടറാണ് ഉള്ളത് എന്നാണ് സ്ട്രിംഗ് ലെങ്ത് കണ്ടുപിടിക്കാൻ. അത് കഴിഞ്ഞ് സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ ആണ് നമ്മൾ നോക്കുക. ഹാൻഡ് വാഷ് ഇത് രണ്ടും കൂടി ചേർത്തിട്ട് S1 റിസൾട്ട് ചെയ്യുന്നത്. സി ഔട്ട് S1 വരുമ്പോൾ എന്താണ് റിസൾട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ ചെയ്തു വെച്ചൊരു പ്രോഗ്രാമാണ് ഹാൻഡ് വാഷ്. നിങ്ങൾ കണ്ടോ. ഇനി നമ്മൾ പഠിച്ചത് സ്ട്രിംഗ് കോപ്പിയാണ്. ഇത് വാഷ് ഇതിലേക്ക് കോപ്പി ചെയ്യുന്നു. അപ്പോൾ ഇത് സ്മോൾ ലെറ്റർ വാഷാണ്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ വാഷാണ് ഉള്ളത്. strcpy ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട് വരുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. S1 ആണ് ഞാൻ പ്രിന്റ് ചെയ്യുന്നത്. ഇതാ ക്യാപിറ്റൽ ലെറ്റർ വാഷാണ് വന്നത്. ഇനി നമ്മൾ പഠിച്ചത് സ്ട്രിംഗ് കമ്പാരിസൺ ആണ്. ഇവിടെ സ്ട്രിംഗ് കമ്പാരിസൺ ആണ്. ഇതിൽ വാഷ് സ്മോൾ ലെറ്ററിൽ ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഇത് വെറും CMP ആണ് ഇട്ടിരിക്കുന്നത്, strcmp മാത്രമാണ്. അപ്പോൾ എങ്ങനെയാണ് എവിടെയാണ് റിസൾട്ട് കയറുന്നത് നോക്കാം. S1 ഈസ് ഹയർ ദാൻ S2 എന്നാണ്. ഇതിലാണ് റിസൾട്ട് കയറിയിരിക്കുന്നത്. S1 ആണ് വലുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ആസ്കി വാല്യൂ അനുസരിച്ചാണ് ഇത് കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് A തന്നെ കമ്പയർ ചെയ്ത് നോക്കാം. A ക്യാപിറ്റൽ ലെറ്റർ Aക്ക് 65 ആണ് ആസ്കി വാല്യൂ. 65 ആണ് ആസ്കി വാല്യൂ. പക്ഷെ അതേ സ്ഥാനത്ത് സ്മോൾ ലെറ്റർ A ആണെങ്കിൽ 97 ആണ് ഇതിൻ്റെ ആസ്കി വാല്യൂ. അപ്പോൾ ഇവ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ S1 വലുതും S2 ചെറുതുമാണ്. അപ്പോൾ അതാണ് S1 ഈസ് ഹയർ ദാൻ S2 എന്ന് പറയുന്നത്. ഇതാണ് കമ്പാരിസൺ. ഇനി CPI എന്ന് ഇട്ട് നോക്കാം. നമുക്ക് I ഇട്ട് നോക്കിയാൽ ഇത് രണ്ടും സെയിം എന്നുള്ള റിസൾട്ടിലേക്കാണ് വരേണ്ടത്. ഞാൻ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാം. കമ്പൈൽ ചെയ്യണം, ബിൽഡ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. ഇതാ കമ്പൈൽ ചെയ്യാം, ബിൽഡ് ചെയ്യാം, എക്സിക്യൂട്ട്. വാഷ് മാറിപ്പോയി, അതാണ് കേട്ടോ അങ്ങനെ വന്നത്. ഞാനത് എന്താണെന്ന് ശ്രദ്ധിച്ചില്ല. കമ്പൈൽ, ബിൽഡ്, എക്സിക്യൂട്ട് ആർ സെയിം. നിങ്ങൾ വന്നുണ്ടോ? ഇങ്ങനെയാണ് റിസൾട്ട് വരിക. അപ്പോൾ strcmpi ഇട്ടാൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇതോടുകൂടി ക്ലാസ് അവസാനിച്ചു.